എന്തു പറ്റി? എന്നെ കളിയാക്കി. കുറുക്കന്റെ കൂടെ നടക്കുന്നത് കടുവയ്ക്ക് ചേർന്നതല്ലെന്ന് പറഞ്ഞ എല്ലാവരും ചേർന്ന്. അതോടെ ധൈര്യം ചോർന്ന് താനിങ്ങ് പോന്നു അല്ലേ? എടോ, അവരങ്ങനെ പലതും പറയും. ഈ കുറുക്കൻ കുറുക്കൻ എന്ന് പറയുന്നത് അത് താനല്ലേ? അതല്ലടോ, കാട്ടിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മഹാനാ കുറുക്കൻ. കുറുക്കനെ സഹായിച്ചവർക്ക് ഗുണമുണ്ടായ കഥകൾ താൻ കേട്ടിട്ടില്ലേ? ഇല്ല, പറഞ്ഞു തരാം. പണ്ടൊരു കുറുക്കൻ ഉറങ്ങുന്ന നേരത്തെ ഒരു ചക്ക വീണു. അത് കണ്ട ഒരു സിംഹം ഓടിച്ചെന്ന് തല വെച്ചു കൊടുത്തു. ചക്ക വീണത് സിംഹത്തിന്റെ തലയിൽ. സന്തുഷ്ടനായ കുറുക്കൻ സിംഹത്തെ കാട്ടിലെ രാജാവാക്കി. ചക്കയെ ശപിച്ച് ഒരു ചേനയാക്കി. ഉടനെ ആകാശത്ത് നിന്ന് കാട്ടുമുത്തപ്പന്മാർ സിംഹത്തിന്റെ തലയിൽ പുഷ്പവൃഷ്ടി നടത്തി. എന്ത് നടത്തി? പുഷ്പവൃഷ്ടി. തലയിൽ പൂക്കൾ വിതറിയെന്ന്. അതാണ് കുറുക്കന്മാരെ സഹായിച്ചാലുള്ള അനങ്ങരുതെന്ന്. ഇനി കൈ കെട്ടിയിരിക്ക. എന്തോ കുഴപ്പമുണ്ടല്ലോ, കയ്യിൽ വടിയുണ്ട്. അനങ്ങരുത്, ഇപ്പോ തീർക്കും ഞാൻ. തല്ലിക്കൊല്ലാനാണോ സൂത്ര? ആപത്തിൽപ്പെട്ട കുറുക്കനാ. സഹായിച്ചാൽ പുഷ്പവൃഷ്ടി ഉറപ്പാ. സഹായിച്ചേക്കാം, മറ്റവന് ആരോഗ്യം കുറവാ. എടാ, കുറുക്കൻ എന്ന് പറഞ്ഞാൽ ആരാണെന്ന് നിനക്ക് അറിയാമോ? അറിയാമോന്ന്? അവന്റെ കഥ തീർന്നു ചേട്ടാ, പേടിക്കണ്ട. പക്ഷെ പടം തീർന്നില്ലടാ ദ്രോഹികളെ. പടമോ? ദേ, വരയ്ക്കുന്ന കുന്ത്രാണ്ടവും മുടിച്ചു തല തിരിഞ്ഞവന്മാര്. എന്നെ ഇരുത്തി പടം വരയ്ക്കാനാടാ അങ്ങേര് വന്നത്. ഓടിക്കൂ സൂത്ര, പുഷ്പവൃഷ്ടി കല്ലായിട്ടാ വരുന്നത്.